7 മുതൽ 10 വരെയുള്ള 7, 8, 9, 10 പ്രതികളെയാണ് കോടതി വിട്ടയച്ചിരുന്നത്. ഇതിൽ നടൻ ദിലീപ് 8ാം പ്രതിയായിരുന്നു. ഈ കേസിൽ എങ്ങനെയാണ് നടൻ ദിലീപിനെ വിട്ടയച്ചത്? ദിലീപിനെതിരെ തെളിവുകൾ സ്ഥാപിക്കാൻ കഴിയാഞ്ഞതാണോ, അതോ കോടതിക്ക് ദിലീപ് കുറ്റക്കാരനല്ല എന്ന കാര്യം ബോധ്യമായതാണോ? ഇതെങ്ങനെയാണ് എന്നത് സംബന്ധിച്ചും ഇന്ന് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരും. വിധിപ്പകർപ്പിലായിരിക്കും ഈ കാര്യം വ്യക്തമായി സൂചിപ്പിക്കുക. അതിനിടെ നടൻ ദിലീപ് തന്റെ പാസ്പോർട്ട് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിക്കുകയും ചെയ്തു. നേരത്തെ ദിലീപിനെ കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് ഈ പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. ഇപ്പോൾ പാസ്പോർട്ട് വിട്ടു നൽകണം എന്ന ആവശ്യമാണ് ദിലീപ് ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോർട്ട് കോംപ്ലക്സിൽ നിന്ന് വിപിൻ സി വിജയൻ കൂടി ചേരുകയാണ്. വിപിൻ സി വിജയൻ, രാവിലെ ഇരുഭാഗവും പ്രോസിക്യൂഷനും പ്രതിഭാഗവും തങ്ങളുടെ വാദമുഖങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ജഡ്ജി വിധി പറയേണ്ട കാര്യം മാത്രമേയുള്ളൂ. 3:30 വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് കോടതിയിൽ നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ദിലീപ് കുമാർ, 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വാദമായിരുന്നു ഇന്ന് കോടതിയിൽ നടന്നത്. അതിൽ പ്രോസിക്യൂഷനും ഒപ്പം തന്നെ പ്രതിഭാഗവും പറയാവുന്നത് എല്ലാം തന്നെ ഈ ഇവർക്കും വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതിൽ അണിയം വർഗീസ് പറഞ്ഞിരിക്കുന്നത്, കേസ് തുടങ്ങിയ കാലം മുതൽ അനാവശ്യ കാര്യങ്ങൾ നിക്ഷിപ്ത താൽപര്യത്തിന്റെ പേരിൽ കോടതിക്കകത്തും പുറത്തും പലരും ഉന്നയിച്ചു. അതിൽ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ഭൂതവും ഭാവിയും ചികയുന്നുണ്ട് ചിലർ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഇന്ന് കോടതി ഈ വാദത്തിലേക്ക് കടന്നത്. ആദ്യം പ്രോസിക്യൂഷനാണ് പറഞ്ഞത് പരമാവധി ശിക്ഷ നൽകണം എന്നുള്ള കാര്യം ഈ പ്രോസിക്യൂഷൻ പറയുന്നു. അതിന് തൊട്ടുപുറകെ തന്നെ ഓരോ പ്രതികളായി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അതിനുശേഷം അതിൽ കോടതി അവസാനം പറഞ്ഞത്, ഇപ്പോൾ പൾസർ സുനിയുടെ അമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് ലെറ്റ് മീ സീ എന്നുള്ള ഒരു പ്രയോഗമാണ് കോടതി അതിൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ ഈ പ്രതികൾക്ക് കിട്ടുമോ എന്നുള്ളതാണ്. സ്ത്രീകളുടെ പരമമായിട്ടുള്ള അന്തസ്സ് ഉയർത്തിപ്പിടിക്കണം എന്നുള്ളത് പ്രോസിക്യൂഷൻ പറയുന്നു. അത് കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിക്കുള്ള ഒരു ശിക്ഷാവിധിയായിരിക്കുമോ ഇന്നുണ്ടാവുക എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. കാരണം കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ്, ബലാത്സംഗത്തിനൊരു കൊട്ടേഷൻ എന്നുള്ള ഒരു കേസ്, അത് സമൂഹത്തിൽ പ്രത്യേകിച്ച് സിനിമാ മേഖലയെ രണ്ടായി പിളർത്തിയ ഒരു കേസ്. ആ കേസിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിധിയാണ് ഇനി വരുന്നത്. ഇതിൽ 10 പ്രതികളിൽ ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കുന്നു. അതിനുശേഷം 6 പ്രതികൾ ചേർന്നാണ് ഇതിലൊരു ഗൂഢാലോചന നടത്തിയത് എന്നുള്ളതായിരുന്നു കോടതിയുടെ നിരീക്ഷണവും കണ്ടെത്തലും ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ പ്രധാന കുറ്റവാളി പൾസർ സുനിയാണ് എന്നുള്ളതിലേക്കാണ് ഇന്നത്തെ ഈ വാദങ്ങളുടെ അവസാനം അത് എത്തി നിൽക്കുന്നത്. 1ാം പ്രതി പൾസർ സുനി പ്രധാനമായിട്ടുള്ള ഒരു കുറ്റവാളി. ആ പൾസർ സുനിയെ സഹായിക്കുന്നതിനും ഗൂഢാലോചന നടത്തി ഒപ്പം നിന്ന് സഹായിച്ച മറ്റ് 5 പേർ, ഇങ്ങനെയാണ് കോടതി അതേക്കുറിച്ച് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിൽ തുല്യ പങ്കാളിത്തമുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. ഓരോ ആളുകളുടെയും പങ്കിനനുസരിച്ചിട്ടല്ലേ ശിക്ഷ വിധിക്കേണ്ടത് എന്ന ചോദ്യം കോടതി പ്രോസിക്യൂഷനോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പരമാവധി ശിക്ഷ ഓരോ ആളുകൾക്കും ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ്. കൂട്ടബലാത്സംഗത്തിന് 20 വർഷം തടവ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിൽ ലൈംഗിക പരമായിട്ടുള്ള ഒരു വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിച്ചു എന്നതിന് മറ്റൊരു കേസ് വരാം. ഒപ്പം തന്നെ അതിൽ കൂടുതൽ മറ്റ് ശിക്ഷകൾ വരാം. ഇത്തരത്തിൽ പല പല കേസുകളാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. അതിലൊക്കെപ്പാടെ എത്ര ശിക്ഷ വിധിക്കും എന്നുള്ളത് വളരെ നിർണായകം പ്രധാനമായ ഒരു ചോദ്യമായി നിൽക്കുന്നു. 3:30 വരെ കാത്തിരിക്കാം. വിജയ്, കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷാവിധി 3:30 പ്രഖ്യാപിക്കുക. ഇനി ഏതാണ്ട് 1 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. 1 മണിക്കൂർ 10 മിനിറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. എല്ലാ കണ്ണുകളും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്കാണ്. കോടതി ഇന്ന് അതിൻ്റെ നടപടികൾ തുടങ്ങിയത് തന്നെ വളരെ കർശനമായ ചില മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടായിരുന്നു. തൻ്റെ ഭൂതവും ഭാവിയും ഒക്കെ തിരഞ്ഞുകൊള്ളൂ, പക്ഷേ കോടതി നടപടികളെ സംബന്ധിച്ച് അതിനെ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് ഇന്ന് കോടതി നടപടികൾ തുടങ്ങിയത് തന്നെ. ഏതായാലും 3:30 ഈ കേസിൽ വിധി പറയുക. ശിക്ഷാവിധി 3:30 പ്രഖ്യാപിക്കും.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.